അതെന്നാ വന്നില്ലേ? ഞാനത് എത്തിക്കാം. ഓ, ഞാനെല്ലാം വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ആ ശരി ശരി. ആ ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ആ അളിയാ, നീ ഉണ്ണാൻ അമ്മയും ചമ്മന്തിയോടെ? അമ്മയും ചമ്മന്തിയോ? അവർ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പം നീ ഇങ്ങോട്ട് പോകുന്നുണ്ട്? ആ ഞാനേ പാർട്ടിയുടെ ഒരു റെസിപ്റ്റ് ഇവിടെ ഇരിക്കും, അത് എടുത്തു കൊടുക്കണമായിരുന്നേ. ഡോക്ടറെ കണ്ടാ? ഡോക്ടറെ കാണാൻ അവർ നിൽക്കുക, അവർ കണ്ടിട്ട് വരും. ഞാൻ ബാക്കിയെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവരോട് ഡോക്ടറെ കാണിച്ചിട്ട് വരാനല്ലേ നീ പറഞ്ഞേ? അളിയാ, ഇവിടുന്ന് 10 മണിക്ക് ചെന്ന് ടോക്കൺ കിട്ടിയപ്പോൾ 11 മണിയായി. ഇനി 12 മണിക്ക് ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഉള്ളൂ. അവർ കാണിച്ചിട്ട് വരും. പിന്നെ എന്തിനാ നിന്നെ കൂടെ പറഞ്ഞയച്ചത്? ആ അളിയാ, ഞാനല്ലല്ലോ പരിശോധിക്കുന്നത്, ഡോക്ടറല്ലേ, അത് ഡോക്ടർ നോക്കും. ഈയിടെ അവൾക്ക് അവിടെ ഒരു അന്തോക്കൊന്നും അറിയില്ല, പുതിയ ഹോസ്പിറ്റലല്ലേ. നിന്റെ ഏതോ മറ്റേ സുഹൃത്തിൻ്റെ ആളാണ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട്. അളിയാ, അതൊക്കെ അവിടെ അറിയിച്ചിട്ടുണ്ട്, അതിൻ്റെ പരിഗണനയൊക്കെ അമ്മയ്ക്ക് കിട്ടും. അപ്പം നിനക്ക് പോകാൻ പറ്റില്ല പറഞ്ഞാൽ പോരാ, ഞാൻ പോവില്ലേ? നീ ഇതിന് ബഹളം വെക്കണം. അമ്മയ്ക്കൊരു മുട്ടുവേദനയല്ലേ ഉള്ളൂ, അല്ലാതെ ഹാർട്ട് പ്രോബ്ലം ഒന്നും അല്ലല്ലോ. ഇവിടെ ഓരോരുത്തർ തന്നെത്താൻ പോയി ബൈപ്പാസും ചെയ്തിട്ട് വരണം. എടേ, ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യാനുള്ള കഴിവും കൂടെ വേണം കേട്ടാ. എൻ്റെ അളിയാ, ഞാനേ മരുമോനാ, നീ മോനല്ല. അത്ര സ്നേഹം ഉണ്ടെങ്കിൽ നിനക്കങ്ങ് പൊക്കൂടായിരുന്നു. ഓ, നീ വെറുതെ വായിട്ടലക്കണ്ട, നിന്റെ പാട്ടിന് പോ. എന്ത് വായിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തോടെ ചെയ്യാൻ പറ്റണമെങ്കിൽ ക്ലീറ്റസ്. ഇവിടെ ജമന്തി കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ, കൂടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അവളെ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ നിന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞത്. അളിയാ, ഡോക്ടറെ അടുത്ത് ഡോക്ടറെ വാതിലിൻ്റെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കയറി കാണിച്ചാൽ മതി. അതെ, നിന്നോട് വല്ലതും പറയുന്നത് കഴിഞ്ഞല്ലോ വെറുതെ വഴക്കാവും. നീ നിന്റെ പാട്ടിന് പോടും. നിനക്കിതാണ് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തെ. ഞാൻ പിന്നെ എൻ്റെ പാർട്ടിയുടെ കാര്യങ്ങൾ എനിക്ക് കളഞ്ഞിട്ട് നിൽക്കാൻ പറ്റുമോ? അവന് എന്തെങ്കിലും സഹായം ചെയ്യുന്ന വെച്ചാൽ ഇതാ മനുഷ്യൻ. ഓ എൻ്റെ കർത്താവേ, ആശുപത്രിയിൽ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുണ്ട്. ആർക്കെങ്കിലും കല്യാണം വല്ലതും വിളിക്കണേ ഇപ്പം അവിടെ ചെന്നാൽ മതി, എല്ലാവരും ഒരുമിച്ച് വിളിക്കാം. നേരത്തെ പോന്നേ അവരെന്തേ? അവരവിടെ നിൽക്കുന്നു. ഞാനേ ഒരു പാർട്ടിയുടെ റെസിപ്റ്റ് അടിച്ചത് ഇവിടെ ഇരിക്കണം, അത് എടുക്കണമായിരുന്നു. മാത്രമല്ല പിന്നെ എല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നത്. ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ടോക്കൺ എടുത്ത് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ഓക്കെയാണ്. നിങ്ങൾ ഞാൻ എന്താ ചെയ്യണ്ടേ ക്ലീറ്റോ? എനിക്ക് വഴക്ക് പറഞ്ഞ് മടുത്ത് എനിക്ക് തന്നെ നാണാവുക. എന്തേ? എന്തിനാ നിങ്ങളിപ്പോ ആശുപത്രിയിലോട്ട് പോയത്? എന്ത് കാര്യത്തിനാ? കാണാൻ വേണ്ടി പോയതാ? എടി, അവിടെ ജമന്തി ഇരിക്കുമല്ലേ, എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നേക്കണേ. അങ്ങനെയാണെങ്കിലേ ഇപ്പൊ ഇവിടെ നീ വെള്ളം കൊണ്ട് ഷർട്ട് ഇട്ടിട്ട് നിങ്ങൾ പോയെന്തിനാ? ഒരു ഓട്ടോറിക്ഷ കയറ്റി അവരെ വിട്ടാൽ മതിയായിരുന്നല്ലോ. ജമന്തിനെ ആശുപത്രി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാ നിങ്ങള്? എടി, ഞാൻ ടോക്കൺ എടുത്തു കൊടുത്തു, അവിടെ പ്രഷറും കാര്യങ്ങളും ചെക്ക് ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഫസ്റ്റ് ഇത് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി ഡോക്ടറെ കാണുക, അത് ഡോക്ടർ തന്നെ കണ്ടാൽ പോരെ. ഞാനവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? മാത്രമല്ല അവിടെ നിന്നിട്ടാണെങ്കിൽ കുറേ ആൾക്കാർ വന്നിട്ട് ക്ലീറ്റോ ചേട്ടാ മറ്റേ എൻ്റെ പ്രൊമോഷൻ്റെ എന്തരായി, എൻ്റെ ട്രാൻസ്ഫറിൻ്റെ എന്തരായി, എൻ്റെ മറ്റേ വാട്ടർ കണക്ഷൻ്റെ എന്തരായി എന്ന് പറഞ്ഞിട്ട് ഒരു ശല്യം ആൾക്കാരെ. എന്തിനാ ക്ലീറ്റോ ആരെ ബോധിപ്പിക്കാൻ ഇങ്ങനെ തള്ളണേ? നിങ്ങൾ ഒന്നും നിർത്താൻ പാടില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് മല മറിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്. എനിക്ക് വിശക്കുന്നു, നീ കഴിക്കാൻ വേണ്ടി കൊടുക്കും. എന്താ നീ കഴിച്ചാ? ഇന്നലെ ഡാഡി വാങ്ങിച്ചോണ്ട് മറ്റേ മിച്ചറില്ലേ എരിവുള്ള, അതെവിടെ? പൊന്നെ, ഒരു ദിവസം നീ വീട്ടിൽ നിന്നാ പിന്നെ വേറെ ഒരു വകയെ നോക്കണ്ട. എത്തിപ്പൂലം ഇതൊക്കെ എവിടുന്ന് പഠിക്കുന്നു? നിന്റെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം ഇങ്ങനെ തന്നെ എത്തിപ്പൂലം എന്ന് എന്നടി പറയുന്നത്. ഉള്ളൂളം അങ്ങനെ പറഞ്ഞു പഠിക്കുന്നു. എന്താ അവിടെ പരിപാടി? ചോറെടുക്കടി. പണ്ടേ ഇങ്ങനെ റെഡി, അത് പോയി കിടക്കുക. ചോറെടുക്ക വിശക്കുന്നു. ഹലോ ഹലോ, ആ ഫാസിലേ. എന്താ? എടേ, ഇവിടെ അമ്മയും ചമ്മന്തി ഒന്നുമില്ല, അവര് ഹോസ്പിറ്റലിൽ പോയതാ. അത് ശരി. അപ്പൊ അവിടെ ഫുഡും വെച്ചിട്ടില്ല. നീ ടൗണിൽ നിന്ന് പോന്നാ? ഇല്ല, ഞാൻ പോന്നറില്ല, എനിക്ക് 1-2 കാര്യങ്ങളുണ്ടേ. എന്നാ നീ ഒരു കാര്യം ചെയ്യോ, ഒരു ചോറ് വാങ്ങിക്ക് കേട്ടാ. അല്ലെങ്കിൽ ചോറ് വേണ്ട, ഈ ചിക്കൻ ബിരിയാണി മതി. അല്ല, നിനക്ക് അവിടെ തങ്കത്തിന്റെ വീട്ടിൽ നിന്ന് കഴിച്ചുകൂടെ? അപ്പാ തങ്കത്തിന്റെ അവിടെ അവിടെ ആ മാങ്ങാത്തോലി ഉണ്ടാവുന്നു. വെറുതെ അവന്റെ മോന്തി മോറും കാണേണ്ടി വരും. പിന്നെ മാത്രമല്ല അത് വേണ്ടി ചോറുണ്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കണക്കും പറയും. ശരി. ഞാൻ ബിരിയാണി വാങ്ങാ, പക്ഷെ എനിക്ക് എന്റെ ഫോണിന്ന് ആധാറായിട്ട് ലിങ്ക് ചെയ്യണോ? അപ്പൊ അതിന് പോകേണ്ടി വരും. അപ്പൊ ഞാൻ ആ ബൈജു കറുത്തയുടെ അടുത്ത് കൊടുത്തു വിടട്ടെ? ആരെ? ബൈജുലെ ഹോട്ടലിലാ. ആ കറുത്തിട്ടുള്ള ബൈജു. അവന്റെ അടുത്ത് കൊടുത്തു വിടാ, ഞാൻ വാങ്ങിട്ടാ. മതി. ഓക്കെ, നീ വീട്ടിലുണ്ടാവൂലേ? ഞാൻ ഇവിടെ ഉണ്ട്. നിന്റെ ലിങ്ക് ചെയ്താ?
ആ അതൊക്കെ ലിങ്ക് ചെയ്തു. ആ ദിവസം ഓരോന്ന് ലിങ്ക് ചെയ്ത് മനുഷ്യന്റെ ഊപ്പാടുകളൊക്കെയാണ്. ഓക്കെ ഓക്കെ ശരി ശരി ശരി. ഓ എൻ്റെ നടരാജ, നിന്നോട് പറയണേക്കാളും വല്ല പോത്തിനോട് പറയണതാണ് നല്ലത്. എടാ മൊത്തം 15 കോടി, അതിൽ 10 പാർട്ടി ഓഫീസിൽ, 3 മീറ്റിംഗ് ഷെഡിൽ, 1 നിൻ്റെ വീട്ടിൽ വേണമെന്ന് പറഞ്ഞു, 1 എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കണ ആ കമ്മുകിൽ കെട്ടാനാ. കാരണം ഇപ്പോൾ വീട്ടിൽ വരുന്നവർക്കൊന്നും വഴി അറിഞ്ഞൂടാന്ന് പറയുന്നുണ്ടേ കനക സാർ. ഏട്ടാ അതുകൊണ്ട് ഉടനെ കനക സാർ. ഓ പറഞ്ഞ പോലെ ചെയ്. ആ ആ ഞാൻ വിളിക്കാടെ. കനക സാറില്ലേ? ഓ കനക സാർ, എന്ത് കാര്യം? ഒരു സാധനം കൊടുക്കാനാണ്. എന്ത് സാധനം? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി എവിടെ നിന്ന്? പാസിലൊക്കെ തന്നു വിട്ടെ. പാസിൽ വന്നു കേട്ടോ. അതെ അതെ. ഓ ഞാൻ കൊടുത്തേക്കാം. ഓ കനകനെ നല്ല ഉറക്കവാ. കാരണം വിളിച്ചാൽ ചിലപ്പോൾ ദേഷ്യം വരും. പിന്നെ ബിരിയാണി കഴിക്കാൻ വരുമ്പോൾ നിന്നെ ചിലപ്പോൾ ചാടി കഴിച്ച് നിന്നിരിക്കും. ഞാൻ കൊടുത്തോളാം. എന്നാ ഇതുകൊണ്ട് വയ്ക്കും. ഓ അളിയൻ ചിക്കണേ കഴിക്കും. ആ നല്ല വിശപ്പായിരിക്കും. ഞാനാ, ഞാൻ തന്നെ. ഒന്നുമില്ല, ഞാനേ വല്ലാത്തൊരു തലവേദന. അതെ ഓ വിശക്കുണ്ടെങ്കിൽ കൈ കഴിട്ടോ, എന്നാ അവനെയും കൂടി ഒന്ന് വിളിക്കാമോ കനകനെ? ഇല്ല, എനിക്ക് തലവേദന. ഞാൻ കുറച്ച് കഴിച്ചിട്ട് കഴിച്ചോളാം. വിശപ്പില്ല ഇപ്പൊ. ഒന്ന് വിളിച്ചിട്ടോ, നിങ്ങൾ കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട. എടി എനിക്ക് സഹിക്കാൻ വയ്യാത്ത തലവേദനയാന്ന്. നീ പോയി വിളിക്ക്. സഹിക്കാൻ വെള്ളാത്ത തലവേദന. ക്ലീറ്റോ, ക്ലീറ്റോ വാതിലോർക്ക് എന്താ പറ്റിയേ? ഞാൻ ഡ്രസ്സ് മാറുവാ. തലവേദനയ്ക്കോ? അല്ല, ഡ്രസ്സ് മാറിയാ ചിലപ്പോ തലവേദന മാറിയാലോ. എന്തെങ്കിലും ഒക്കെ ചെയ്യും. മണം ഭയങ്കരമായിട്ട് വരും. കർത്താവേ എന്നോട് പൊറുക്കണേ. ഭാര്യയ്ക്കും കൊച്ചിനും കൊടുക്കാതെ കഴിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, അവനോടുള്ള വാശി കൊണ്ടാണ്. അല്ലെങ്കിൽ അവന് തോന്നണ്ടേ, പെങ്ങളുണ്ട്, ആ പെങ്ങളെ മോളുണ്ട്, അളിയനുണ്ട്. അവനോട് പറഞ്ഞപ്പോൾ 3 പാഴ്സലൂടെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ല എന്തെയ്യായിരുന്നു? ഒന്നുമില്ല. അവരെ വിളിച്ചോ? ആരെ ആരെ വിളിച്ചോന്ന് ചോദിച്ചു? അമ്മേനെയും ചമ്മന്തിനെയും വിളിച്ചോന്ന്. അമ്മയും ചമ്മന്തി വിളിച്ച് കിട്ടണില്ല. കിട്ടണില്ലേ? ഞാൻ നിന്റെ ആ മാങ്ങാത്തുലിനോട് കൂടെ ചെല്ലാൻ വേണ്ടി പറഞ്ഞല്ലേ. അവൻ നേരെ അവരെ കൊണ്ടുപോയിട്ട് അവിടെ ഹോസ്പിറ്റലാക്കിയിട്ട് വേറെ നോണയും പറഞ്ഞ് തിരിച്ചു പോന്നിരിക്കണം. ഇപ്പോ വേറെ ആരെങ്കിലും ക്ലീറ്റോന്റെ കൂടെ ഒറ്റയ്ക്ക് വിടുവോ? ഞാൻ അത് തിരിച്ചു ചോദിക്കാൻ വേണ്ടി വന്നതാ. ഇപ്പൊ എടി അവനെ ഏറ്റെടുത്താണെന്ന് ഞാൻ അമ്മയും കൊണ്ട് പോയിരുന്നല്ലേ. അപ്പൊ അളിയ ഓഫീസിൽ പൊക്കോ, ഞാൻ പൊക്കോളാം. എൻ്റെ ഏതൊരു ഫ്രണ്ടാണ് ഡോക്ടർ. ഇത്രയും നാളായിട്ട് ക്ലീറ്റോന്റെ സ്വഭാവം മനസ്സിലായിട്ടില്ലേ കനക? എന്തെങ്കിലും ഒരു കാര്യം മനുഷ്യൻ മര്യാദക്ക് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് എല്ലാം വിശ്വസിക്കുകയും ചെയ്യും, എന്നിട്ട് എല്ലാ തലവേദനയും തലയിലേറ്റി വെച്ച് നടക്കുകയും ചെയ്യും. വരട്ടെ. വരാനൊന്നും നിക്കണ്ട, നീ പോയി നോക്കിക്കേ. പിന്നെ എനിക്ക് വേറെ പണിയില്ല. എടാ അമ്മയ്ക്ക് വല്ല തലയും കറങ്ങി അവള് ഒറ്റയ്ക്ക് എന്ത് ചെയ്യൂന്ന്? അവള് പിടിച്ചാ നിക്കൂല. ചെല്ല് കനക. എന്നാ പിന്നെ നഖം കടിച്ചിരുന്നോടാ. എന്നാ എന്നോട് പറ, അതും ചെയ്യൂല. ഒന്നിനും കൊള്ളാത്ത ആ മനുഷ്യനെ കൊണ്ടുവന്ന് പറഞ്ഞു വിട്ടേക്കാണ് അവരുടെ കൂടെ. നിനക്കിപ്പോ എന്താ വേണ്ടത്? നീ ഒന്ന് പോയ ഇവിടുന്ന്. വാ എന്നാ ഭക്ഷണം കഴിച്ചിട്ട് പോവാ. എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ടോ. തുടങ്ങി
വരാൻ ഭക്ഷണം വേണ്ട വേണ്ട, ഇനി ഞാൻ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ മോന്തി മോറും കാണണ്ടേ? എന്നിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് വീണ്ടും വഴക്കാവും. എന്തിനാണ് വെറുതെ വേണ്ടാത്ത വയ്യാവേലി തലയിലേറ്റ് വെക്കാൻ നിൽക്കുന്നത്? എനിക്ക് വയ്യ, എനിക്ക് ഇത്തിരി സമാധാനം വേണം. നീ പോയാ വേണ്ട, ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വരാം. എന്നാ തിന്നുവോ? വേണ്ടാന്ന്, ഭക്ഷണം വരും. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ അളിയനും കീരിയും അമ്മ പോലെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ല വഴിക്ക് ഇറങ്ങി പോട്ടാ. അയ്യോ, നീ ഒരു പ്രാവശ്യം ഇറങ്ങിപ്പോയതിൻ്റെ ഇപ്പം ഞാൻ അനുഭവിച്ചോണ്ടിരിക്കണത്. എടാ വാട, എനിക്ക് വേറെ പണിയനിടാ, വന്ന് കഴിച്ചിട്ട് പോടാ കനക. വേണ്ടടി, ഞാൻ ഫാസിൽ കൊണ്ടുവരും. നീ കാണിക്കണത് ഭയങ്കര വൃത്തിയേടാണ് കേട്ടോ കനക. എടാ തൊട്ടപ്പുറത്തല്ലേടാ, നിന്റെ കൂടപ്പുറപ്പല്ലേ ഞാൻ. എന്നിട്ട് എന്റെ അടുത്ത് നിന്ന് കഴിക്കാൻ നിനക്ക് കഴിയൂല, കടയിൽ നിന്ന് മേടിച്ച് വിഴുങ്ങണം. അല്ല, ഇതിപ്പോ അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞും പോയി. നീയും കൂടി ഉണ്ടാവുന്ന കരുതിയിട്ടല്ലേ ഞാൻ ഈ ഇല്ലാത്ത നേരത്ത് ഈ കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കാൻ നടക്കണേ. എടാ വരാൻ. ഇതിപ്പോ അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, ഇനി അത് വേസ്റ്റ് ആക്കണ്ടേ? വേണ്ട, വേസ്റ്റ് ആക്കണ്ട. നമ്മളൊക്കെ പാവങ്ങളാണല്ലോ, നിനക്ക് ഇറങ്ങൂലായിരിക്കും. തിന്നണ്ട നീ. നീ എന്തെങ്കിലും ആവശ്യത്തിന് എന്റെ അടുത്തോട്ട് പാടാ. മൈൻഡ് ചെയ്യില്ല. ഇന്ന് ഇച്ചിരി കറികൾ കുറച്ചുള്ള ഹോട്ടലിൽ നിന്ന് അളിയെ ഉണ്ണുന്നേ. ഇത്രയും കഴിച്ചാൽ മതി. കള്ളായി ദിവസവും ഈ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിച്ച് ഇറച്ചി തിന്ന് അവനാണ് മൃഗീയ സ്വഭാവമായി മാറിയത്. അളിയൻ്റെ ഊണ് റെഡി. അളിയാ, അളിയോ, അളിയോ. എന്താ ആ, ഞാനേ ഗേറ്റിൻ്റെ അവിടെ നിന്നപ്പോൾ ഒരു ചെക്കൻ കൊണ്ട് തന്നിട്ട് പോയി. ഫാസിൽ കൊടുത്തു വിട്ടാന്ന് പറഞ്ഞു. ഊണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ഫാസിലിനോട് ഞാൻ ബിരിയാണി എന്നാണല്ലോ പറഞ്ഞത്. ചിലപ്പോൾ തീർന്നു കാണും. അപ്പം ആൾക്കാർക്ക് എല്ലാം ബിരിയാണി മതിയല്ലോ, കോഴിയും ആടും. ഓ, ഞാൻ ഇച്ചിരി കഞ്ഞി കുടിച്ചറിയാം, അത് മതി. ബിരിയാണിയെ കഴിക്കും. അനങ്ങാതിരിക്കുക തക്കളി. ഒന്ന് കളിക്കാൻ പൊയ്ക്കോട്ടെ. വേണ്ട, രാത്രി ചെയ്യാമ്മ. ക്ലീറ്റ ഓ, അവിടെ തലവേദന മാറിയാ? തലവേദന മാറിയോന്ന്? തലവേദന ഇനി ഇച്ചിരി ഒന്ന് കിടന്നാലേ ചിലപ്പോൾ മാറും. ഭക്ഷണം കഴിക്കാനിട്ട് ഇനി ഇന്ന് കഴിക്കുന്ന ഞാൻ ചോറെടുക്കാം. ഗ്യാസ് കയറിയിട്ടാണ് തോന്നുന്നു. വേണ്ടടി, കുറച്ച് കഴിഞ്ഞിട്ടേ ഒന്ന് കിടന്നെഴുന്നേറ്റിട്ട് കഴിക്കാം. എന്റെ ക്ലീറ്റോ, ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ. വേണ്ട പറഞ്ഞില്ലേ തങ്ക, ഞാൻ മനുഷ്യന് ആഹാരം കഴിക്കാൻ തലയ്ക്ക് ഇതൊരു ഇത് വേണ്ടേ? അല്ലാതെ ഞാൻ ഇരുന്ന് കഴിച്ചാ രുചി അറിയണ്ടേ? തക്കിളിയേ, മോമാ ചോറ് തരാം. എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ബിരിയാണി മതി. എന്ത് ബിരിയാണി? നീ ബിരിയാണി ഡാഡി നാളെ വാങ്ങിച്ചോണ്ട് തരാം. എനിക്ക് പോണം. നല്ല വീക്ക്. ഇവിടെ എവിടെയാണ് ബിരിയാണി ഇരിക്കണത്? ആര് കഴിച്ച്? എവിടെ വേസ്റ്റ്? പിന്നെ വേസ്റ്റ് അത് കുറച്ച് എല്ല് മാത്രമല്ലേ ഉള്ളൂ മക്കളെ. അല്ല, ഞാനും കണ്ട് അവിടെ വേസ്റ്റ് കിടക്കുന്നുണ്ട്, എല്ല്. എന്റെ കുഞ്ഞെ, നിനക്ക് തരാതെ അമ്മയും ഡാഡി കഴിച്ചോടി. അല്ല, അത് കാക്ക എടുത്തോണ്ടിട്ടായിരിക്കും തന്നെ. അയ്യോ, അതിലതിനെ ഞാൻ വരാൻ പോ. ഈ പെണ്ണിന്റെ കാര്യം പറഞ്ഞ് ചളമായി കൊച്ചിന്റെ കാര്യം. ഹലോ, ആ ജവന്തി, എന്തായി? ഡോക്ടറെ കണ്ടാ? ആ
ആ ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ ഒരു കാര്യം ചെയ്ത് അങ്ങ് പോന്നാൽ മതി. മരുന്നേ ഞാൻ വൈകിട്ട് വരുമ്പോൾ വാങ്ങിക്കാം. ആ പിന്നെ ഭക്ഷണം കഴിച്ചു പോന്നോട്ടാ. ആ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. കനക ഇമ്മാതിരി തോന്നിയ മേലെ കാണിക്കരുത്. എന്താ എന്താ നിന്റെ ഉദ്ദേശം? എന്താ ഉദ്ദേശം? ആ? നീ കണ്ടി തിന്നണതിന്റെ പറക്കണതിന്റെ ഒക്കെ വേസ്റ്റ് എന്റെ മുറ്റത്തിടാനാണോ? ആര് വേസ്റ്റ് ഇട്ടൂന്ന്? അയ്യോ അവനൊന്നും അറിയാൻ പാടില്ല പുണ്യാളൻ. എടി ഊണ് കഴിച്ചില്ല, ഞാൻ അവിടെ കേട്ടത്. കനക, ക്ലീറ്റോനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നീ ക്ലീറ്റോനോട് തീർത്തോളണം. അല്ലാതെ കുടുംബത്തിലുള്ള മൊത്തം ആൾക്കാരോടല്ല അതിന്റെ വേഷം കെട്ട് കാണിക്കരുത്. എന്താ നിന്റെ പ്രശ്നം? എന്താ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായിട്ടില്ല. നീ എന്നാ ബിരിയാണിയുടെ വേസ്റ്റ് എവിടെ കൊണ്ടുവന്നായിട്ട്? ആരുടെ ബിരിയാണി എന്നത്? നീ ഞാൻ ബിരിയാണി തിന്നിട്ടില്ല. എടാ നുണ പറയുമ്പോ കുറച്ച് പറയണം. ആര് ബിരിയാണി തിന്നുന്നാ ഈ പറയണേ? അയ്യോ എന്റെ മോന് ഓർമ്മയില്ല. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴത്തേനും നീ പറഞ്ഞത് എന്താ? ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ലാന്ന്. പിന്നെ എങ്ങനെ വന്നടാ എന്റെ മുറ്റത്ത് ബിരിയാണിയുടെ വേസ്റ്റ്? അത് നിന്റെ കെട്ടിയോട് പോയി ചോദിച്ചോ. എന്റെ കെട്ടിയോൻ അതല്ല പണി. എന്റെ കെട്ടിയോൻ എന്തെങ്കിലും തിന്നുണ്ടെങ്കിൽ അതിന്റെ പങ്ക് ഞങ്ങൾക്ക് തരും. എന്നോട് വഴക്കിന് നിൽക്കില്ല തങ്കം. നീ എന്റെ കയ്യിൽ നിന്ന് എന്നോട് നീ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ചാൽ നിനക്ക് എന്താ? ആരുടെ കുറ്റം ചെയ്തത്? നീ ചെയ്തെന്നാ ഞാൻ പറഞ്ഞത്. പോയി ചോദിച്ചോ കളി. ആരോട് ചോദിക്കണം? എനിക്ക് നിന്നോട് ചോദിച്ചാൽ മതി. നീയാ ബിരിയാണി ഉള്ളത്. നിന്റെ ക്ലീറ്റ് അവിടെ ഇല്ലേ? അവിടെ ഇല്ലേ? എന്റെ ക്ലീറ്റോൻ അതല്ല പണി. പിന്നെ നിന്റെ ക്ലീറ്റൊക്കെ എന്താ പണി? എന്റെ ക്ലീറ്റോൻ ഒരുപാട് പണി ഉണ്ടാവും. നിന്നോട് ബോധിപ്പിക്കേണ്ട കാര്യം. ആ മാങ്ങാത്തോലിയൻ എന്താടി പണി? അവൻ തന്നെ ചെയ്തിട്ടുണ്ടാ, പോയി ചോദിച്ചു നോക്ക്. ഇല്ല മനസ്സിലാ. അവന്റെ ഭാര്യക്ക് പണി എളുപ്പാക്കാൻ വേണ്ടിട്ട് പെണ്ണാച്ചി പെങ്കോന്തൻ. ആ കൊച്ചിന് ഇഷ്ടാന്നുള്ളത് അറിയാലോ. അവളെ കാണാതെ നിനക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയാലോ. കുപ്പൾ വെച്ചെന്നാണ്ടല്ലോ. എന്താ കുത്ത? എനിക്ക് ഇപ്പൊ ഒരു ബിരിയാണി മേടിച്ചു കൊടുക്കാനുള്ള കഴിവില്ല. ആ എന്നാ ഞാൻ ബിരിയാണി ഒന്ന് നന്നായി. ആ അത് തന്നെ പറഞ്ഞത്. അത് എന്തിനാ എന്റെ മുറ്റത്തോണ്ട് ഇട്ടത്? നിന്റെ മുറ്റത്തോണ്ടാ? നീ വെറുതെ തങ്ക എന്നെ കയ്യിൽ വാങ്ങിക്കാന്ന് കരുതട്ടാ. ആ നീ കുറെ തരും എനിക്ക്. ആ ഒന്ന് കൈവച്ച് നോക്ക് നീ. ഞാനല്ല തങ്കം അത് കഴിച്ചതെന്ന്. ആരാ കൊണ്ടുവന്നിട്ടെന്ന് എനിക്കറിയണം. ഞാൻ ഊണ് കഴിച്ചതല്ലേ. ഞാൻ ഊണാണ് കഴിച്ചതല്ലേ. വന്നു നോക്ക്. നീയാണ് എന്നോട് പറഞ്ഞത് നിനക്ക് ഊണ് വേണ്ട, നീ ഫാസിലിനോട് ബിരിയാണി മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലേ? ബിരിയാണി വാങ്ങിക്കാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് ചോറാവൻ കൊണ്ടു തന്നത്. കാര്യമെല്ലാം കഴിഞ്ഞപ്പോ നിനക്ക് ചോറാ കൊണ്ട് തന്നത് അല്ലേ? നോണയൻ പെരുങ്കളം. വെറുതെ ഇടാ നീ ഗുണം പിടിക്കാത്തത്. ആ ഞാൻ അത്രയും ഗുണം പിടിച്ചാൽ മതി. ആ നീ അങ്ങനെ ചെയ്യും. നീയേ അത് ചെയ്യുള്ളൂ. ചെയ്യിച്ച നന്നായി. ആ എന്റെ സൗകര്യം. ഒരു നിലയ്ക്ക് മനുഷ്യർക്ക് മനസ്സമാനം തരരുത് കേട്ടോ. എവിടെയെങ്കിലും കടന്നു പോയാ മതി. തുപ്പടാ തുപ്പ്. ഓ ദേ വരുന്നു അടുത്തത്. ഞാൻ മേടിച്ചു വിട്ട ഭക്ഷണം നീ കഴിച്ചാ? എന്നിട്ടൊന്നും പറ്റിയില്ല എനക്ക്? ഇല്ല കനക, ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുത്ത ഹോട്ടലില്ലേ, അവിടുന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ഫുഡ് പോയിസൺ ആയിട്ട് എല്ലാവരും ആശുപത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ജനങ്ങൾ ആ ഹോട്ടലും തല്ലിപ്പൊളിച്ച് അവിടെ റെയ്ഡും നടക്കുകയാണ്. അപ്പൊ നിനക്കൊന്നും പറ്റിയില്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ലടാ. അപ്പൊ ബിരിയാണി കഴിച്ചില്ലേ നീ? ബിരിയാണിയാ? ഞാൻ ചോറല്ലേ കഴിച്ചത്. ആ ഞാൻ അവിടുന്ന് ബിരിയാണിയല്ലേ വാങ്ങിക്കൊടുത്തു വിട്ടത്? അല്ലടാ, നീ കൊടുത്തു വിട്ട ചോറാണ്. ഇല്ല കനക, നീ പ്രത്യേകം പറഞ്ഞില്ലേ ബിരിയാണി മതി. ഞാൻ ബിരിയാണിയാണ് കൊടുത്തു വിട്ടത്. ആ ചിലപ്പോ നിനക്ക് മാറിയിട്ടുണ്ടാവും. ചോറാ കഴിച്ചത്. ചോറല്ലേ? നിനക്ക് ആ ബൈജു കർത്തയല്ലേ കൊണ്ടുവന്ന് തന്നത് ബിരിയാണി? ബൈജു കർത്തയാ? ആ ഹോട്ടലിൽ നിൽക്കണ പയ്യൻ, അവന്റെ അടുത്ത് ഞാൻ കൊടുത്തു വിട്ടത് ബിരിയാണിയാണെന്നേ. അല്ലടാ, എനിക്ക് തന്നത് ക്ലീറ്റസ് അല്ലേ? എന്നെ പൊട്ടനാക്കണടാ പ്രാന്ത. അതെ, ചിക്കൻ ബിരിയാണി മേടിച്ചതിന്റെ ബില്ലല്ലേ കിടക്കണ. ബിരിയാണിയാണ് ഞാൻ കൊടുത്തു വിട്ടത്. എന്തേ മനസ്സിലായ? ഇപ്പൊ നിനക്ക് മനസ്സിലായ ആരാ ബിരിയാണി കഴിച്ചതെന്ന്? മനസ്സിലായോ ഇല്ലയോ? ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഇതുപോലെ ചാടി കളിക്കാൻ വരരുത്. ഇപ്പൊ നീ ഇത്ര നേരം ഇവിടുന്ന് പറഞ്ഞതൊക്കെ നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റടി. കുപ്പൾ വെച്ചെന്നാലുണ്ടല്ലോ. ഇതെടുത്തുനിന്ന് വേറെ ആരുമല്ല, ഇത് അവൻ തന്നെ ക്ലീറ്റസ്. അപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മേ അമ്മേ ഡാഡി ഇവിടെ ഛർദ്ദിച്ച് അവശനായി കിടക്കാ. വിളിച്ചിട്ട് എണീക്കണില്ല. നല്ല ആശ്വാസം കിട്ടിക്കാണ്. അതെ, ഞാൻ പോയിട്ട് വരാം. ഈ വണ്ടിക്ക് തന്നെ അവൻ ആശുപത്രിയിലോട്ട് എടുക്കേണ്ടി വരും. Versus Alien.